പ്രിയപ്പെട്ടവർക്കും മാസ്റ്റർ കെ അക്കാദമിയുടെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്ന് ഒക്ടോബർ 15-ാം തീയതിയാണ്. കേരള PSC നേരത്തെ തന്നെ നമുക്കൊരു അറിയിപ്പ് തന്നു. ഒക്ടോബർ 15-ന് കുറേയധികം നോട്ടിഫിക്കേഷൻസ് നമ്മുടെ പ്രൊഫൈലിൽ വരുമെന്നുള്ളത്. അതിൽ ഏറ്റവും പ്രമുഖനായിട്ടുള്ള നോട്ടിഫിക്കേഷൻ നമുക്കറിയാം, ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ നിയമനം നടക്കുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഏതാണ്? കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ കേരള സർക്കാരിന് കീഴിലുള്ള വിവിധ കമ്പനി ബോർഡ് കോർപ്പറേഷനുകളിലേക്ക് അസിസ്റ്റൻ്റ് നിയമനത്തിനാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. നമുക്ക് രണ്ട് നോട്ടിഫിക്കേഷനായിട്ടാണ് വന്നേക്കുന്നത്. രണ്ട് നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. നമുക്കറിയാം, ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ നിയമനം നടക്കുന്നൊരു പോസ്റ്റാണ്. ഒരുപാട് പേർക്ക് അവസരമാണ്. കാരണം ഡിഗ്രി ലെവൽ പരീക്ഷ നമുക്കറിയാം, ഒരുപാട് പരീക്ഷകൾ വിളിച്ചു. നമുക്ക് SBCID അടക്കമുള്ള ഒരുപാട് പരീക്ഷകളുണ്ട്. ഇനി വിളിക്കാൻ പോകുന്നു, അടുത്ത മാസത്തേക്ക് വിളിക്കാൻ പോകുന്നു, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് വിളിക്കാൻ പോകുന്നു. അപ്പോൾ ഇതിനെല്ലാം കൂടി മിക്കവാറും ഒരു പ്രിലിംസ് മാത്രമായിരിക്കും ഉണ്ടാവുക. അപ്പം നിങ്ങളെ സംബന്ധിച്ച് ഒരു വലിയ അവസരമാണ് മുന്നിൽ വന്നിരിക്കുന്നത്. ഈ ഒരു അവസരം ഒരിക്കലും കളയരുത്. കാരണം നമുക്ക് ഈ ഒരു അവസരം ഇനി എപ്പോഴും വരണമെന്നില്ല, എപ്പോഴും കിട്ടണമെന്നില്ല. അപ്പോൾ ഇത് നല്ലൊരു അവസരമാണ്, നല്ലൊരു സാധ്യതയാണ് ഇപ്പോൾ തെളിഞ്ഞു വന്നിരിക്കുന്നത് മത്സര പരീക്ഷകളിലെ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച്. അപ്പോൾ പഠനം തുടങ്ങാൻ പോകുന്നവർക്കും പഠനം തുടങ്ങിയവർക്കും ഒക്കെ ഇതിൽ നല്ലൊരു അവസരം ഇപ്പോൾ ഈ അടുത്ത കാലത്ത് എങ്ങും വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ പഠനം തുടരുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ നോക്കാം. നോട്ടിഫിക്കേഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. അതുപോലെ തന്നെ ഇന്ന് നമുക്കൊരു പുതിയ അപ്ഡേഷൻ വന്നായിരുന്നു, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ വരുമെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റും SBCIDയും അതുപോലെ തന്നെ നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റും തുടങ്ങി നേരത്തെ വിളിച്ച ഡിഗ്രി പോസ്റ്റുകളൊക്കെ പരീക്ഷകൾ വരാൻ പോവാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ഒരു പരീക്ഷയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മികച്ചൊരവസരം നിങ്ങളുടെ മുന്നിലുണ്ട്. ആ മികച്ച അവസരം നിങ്ങൾ എന്ത് ചെയ്യുക? പ്രയോജനപ്പെടുത്തുക. നമുക്ക് ആദ്യം നമ്മുടെ നോട്ടിഫിക്കേഷൻ എന്താണെന്ന് ഒന്ന് ചെക്ക് ചെയ്യാം. നോക്കിയേ, കാറ്റഗറി നമ്പർ നോക്കിയേ മക്കളെ, കാറ്റഗറി നമ്പർ 382/2025 നമ്മുടെ ഒരു നോട്ടിഫിക്കേഷൻ്റെ കാറ്റഗറി നമ്പർ എത്ര? 382/2025. അപ്പോൾ നമുക്കറിയാം, വിവിധ കമ്പനികളിലായിട്ട് രണ്ട് നോട്ടിഫിക്കേഷനാണെന്ന് നമ്മൾ പറഞ്ഞു. ഒന്നിൻ്റെ കാറ്റഗറി നമ്പർ 382 അടുത്ത നോക്കിയേ, സ്ഥാപനത്തിൻ്റെ പേരാണ് അവർ പറയുന്നത്. ഏതൊക്കെ സ്ഥാപനങ്ങളിലേക്കാണ് 382 നമ്പർ കാറ്റഗറി പ്രകാരം എവിടേക്കാണ് നിങ്ങളെ പരിഗണിക്കുക? എവിടേക്കാ വേക്കൻസികൾ എവിടേക്ക് പരിഗണിക്കും? കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസ് ലിമിറ്റഡ്, കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസ് KSFയിലേക്ക്, അതുപോലെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് KSEB, കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് KMML ചവറ, കെൽട്രോൺ ലിമിറ്റഡ്, കേരള സ്റ്റേറ്റ് കാഷ്യൂ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, മലബാർ സിമന്റ്സ് ലിമിറ്റഡ്, കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്, കേരള അഗ്രോ മെഷീനറി കോർപ്പറേഷൻ ലിമിറ്റഡ്, ട്രാവൻകൂർ ടൈറ്റാനിയം പ്രോഡക്ട്സ് ലിമിറ്റഡ്, കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്, കേരളത്തിലെ വികസന അതോറിറ്റികൾ, കെൽട്രോൺ കമ്പോണന്റ് കോംപ്ലക്സ് കണ്ണൂർ, കേരള വാട്ടർ അതോറിറ്റി, കേരള പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്, കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ മുതലായവകളിലേക്കാണ് എന്ത് വന്നിരിക്കുന്നത്? 382 നമ്പർ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഓക്കെ, ഉദ്യോഗ പേര് നോക്കിയേ, ജൂനിയർ അസിസ്റ്റന്റ്, കാഷ്യർ അസിസ്റ്റന്റ് ഗ്രേഡ് 2, ക്ലർക്ക് ഗ്രേഡ് 1, ടൈം കീപ്പർ ഗ്രേഡ് 2, സീനിയർ അസിസ്റ്റന്റ്, ജൂനിയർ ക്ലാർക്ക് മുതലായവ. അപ്പോൾ ഈ ഒരു ഉദ്യോഗ പേര് പല കമ്പനികളിലും പല പേരുകളിലാണ് ഈ ഉദ്യോഗം അറിയപ്പെടുന്നത്. ഓക്കെ, ശമ്പളം ഈ തസ്തികയ്ക്ക് അതത് കമ്പനി കോർപ്പറേഷൻ ബോർഡ് നിശ്ചയിച്ചിട്ടുള്ള ശമ്പള നിരക്കാണ് കൊടുക്കുന്നത് കേട്ടോ. ശമ്പളം എങ്ങനെയാണ്? നമ്മൾ തിരഞ്ഞെടുക്കപ്പെടുന്ന, നമ്മൾ എവിടേക്കാണ് സെലക്ട് ചെയ്യപ്പെടുന്ന ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ബോർഡ് കോർപ്പറേഷൻ, അവർ നൽകുന്ന ഒരു നിശ്ചയിച്ചിട്ടുള്ള ശമ്പള നിരക്കാണ് നമുക്ക് ശമ്പളമായി നൽകുന്നത്. ഒഴിവുകളുടെ എണ്ണം പ്രതീക്ഷിത ഒഴിവുകളാണ് പറയുന്നത്. കൃത്യമായിട്ട് നമുക്കറിയാം, എല്ലാ തവണയും പ്രതീക്ഷിത ഒഴിവുകളാണ്. അത്യാവശ്യം ഒരു 14,000 വേക്കൻസികൾ ഈ ഒരു നമ്മുടെ രണ്ട് റാങ്ക് ലിസ്റ്റുമായിട്ട് നമുക്ക് നികത്തപ്പെടാൻ പോകുന്ന ഒരു പോസ്റ്റ് കൂടിയാണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പോസ്റ്റ്. അതുകൊണ്ട് നിങ്ങൾ ഇതിനെ നിസ്സാരമായിട്ട് കാണരുത്, വളരെ വളരെ ഗൗരവമായിട്ട് കാണുക. മത്സരം കടുക്കും. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളോട് നോക്കാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നിയമന രീതിയാണ് കേട്ടോ. നേരിട്ടുള്ള നിയമനം. നമുക്കറിയാം, നേരിട്ടുള്ള നിയമനം എന്തുവാ? അപേക്ഷ ക്ഷണിച്ച് പരീക്ഷ, ഒരു പ്രിലിംസ് പരീക്ഷ ഉണ്ടാവും. ആ പരീക്ഷയ്ക്ക് ശേഷം ഒരു മെയിൻസ് പരീക്ഷ ഉണ്ടാവും. പ്രിലിംസ് പരീക്ഷയിൽ നമുക്ക് ഒരു കട്ട് ഓഫ് ഇട്ടിട്ട് കുറേ അധികം ആളുകളെ, വേണ്ട ആളുകളെ മാത്രം ഉൾക്കൊള്ളിക്കും. അപ്പോൾ ഈ പ്രിലിംസ് പരീക്ഷയിൽ വന്ന് കയറാനാണ് പാട് വരുന്നത്. അപ്പോൾ ആ ഒരു പ്രിലിംസ് കടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെയിൻസിൽ വളരെ കുറച്ച് പേരെ മെയിൻസിൽ ഉൾപ്പെടുത്തത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക?
ഈ ഒരു പ്രിലിംസ് പരീക്ഷയ്ക്ക് വേണ്ടി നന്നായിട്ട് പഠിക്കുക. നമുക്കറിയാം കുറേ കാര്യങ്ങളോട് ആഡ് ചെയ്തിട്ടേ നമുക്ക് മെയിൻസിന് വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ പ്രിലിംസ് കടക്കാനാണ് ആദ്യം ശ്രമിക്കേണ്ടത്. നോക്കിയേ, പ്രായപരിധി എവിടെ വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം? ഏത് പ്രായം മുതൽ ഏത് പ്രായം വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം? 18 മുതൽ 36 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, 18 to 36 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഏത് ഡേറ്റിനിടയിൽ ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ? നോക്കിയേ, 2/1/1989 1/1/2007 ഇടയിൽ ജനിച്ചവരായിരിക്കണം. അപ്പം ഈ 2/1/1989 1/1/2007 ഇടയിൽ ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നോക്കിയാൽ കൃത്യമായിട്ട് ആ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ നോക്കുക. 18 to 36 ആണ് പ്രായപരിധി വരുന്നത്. അതുപോലെ നമുക്കറിയാം നിയമാനുസൃതമായിട്ടുള്ള വയസ്സിളവുണ്ട്. ഓക്കെ, പട്ടികജാതി പട്ടികവർഗ മറ്റു പിന്നോക്ക വിഭാഗങ്ങൾക്ക് അനുവദനീയമായ വയസ്സിളവ് ഉണ്ടായിരിക്കും. നമുക്കറിയാം 3 വർഷം, അതായത് ജനറൽ കാറ്റഗറിക്ക് 36 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒ ബി സി കാറ്റഗറിക്കാർക്ക് +3, അതായത് 3 വർഷത്തെ നിയമാനുസൃതമായിട്ടുള്ള വയസ്സിളവാണ് അവർക്കുള്ളത്. അവർക്ക് 39 വയസ്സ് വരെ OBC വിഭാഗക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, SC/ST വിഭാഗക്കാർക്ക് 5 വർഷത്തെ വയസ്സിളവാണുള്ളത്. അപ്പോൾ 41 വയസ്സ് വരെ ഉള്ളവർക്കും എന്ത് അപ്ലൈ ചെയ്യാൻ പറ്റും? കമ്പനി ബോർഡ് അസിസ്റ്റന്റിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ 18 to 36 ജനറൽ കാറ്റഗറി, 39 OBCക്കാർക്ക് 39 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം, 41 വയസ്സ് വരെ SC/ST വിഭാഗക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, നോക്കിയേ, ബിരുദമാണ് നമ്മുടെ യോഗ്യത. ബിരുദമാണ്, നിങ്ങൾക്കറിയാം ബിരുദം എനി ഡിഗ്രിയാണ്. ഏത് ഡിഗ്രി ഉള്ളവർക്കും എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാം. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി എന്നാ? 19 നവംബർ ബുധനാഴ്ച 19-11 വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മളെ സംബന്ധിച്ച് അത് വേണ്ട. അവസാന നിമിഷം വരെ നമ്മൾ നോക്കിയിരിക്കുന്നില്ല. നമ്മൾ ഇപ്പം തന്നെ അപ്ലൈ ചെയ്യുക. വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ ചെയ്യുക, പ്രൊഫൈലിൽ കയറുക, നമ്മുടെ പാസ്വേഡും യൂസർ നെയിമും ഉപയോഗിച്ച് നമ്മുടെ പ്രൊഫൈലിൽ കയറുക, അപ്ലൈ ചെയ്തോളൂ കേട്ടോ. 19-11 വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി അടുത്ത നോട്ടിഫിക്കേഷൻ നോക്കുക. ഒരു നോട്ടിഫിക്കേഷനോടുണ്ട്, ആ നോട്ടിഫിക്കേഷനോട് നമ്മൾ നോക്കുകയാണ് ഇപ്പോൾ. ഓക്കെ, കാറ്റഗറി നമ്പർ 383/2025. അപ്പം 382 383 ആണ് നമ്മുടെ കാറ്റഗറി നമ്പർ വരുന്നത്. 382 ആൻഡ് 383 ആണ്. സ്ഥാപനത്തിന്റെ പേര് KSRTC, കേരള ലൈവ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡ്, സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ്, കേരള സ്റ്റേറ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഫോർ SC and ST ലിമിറ്റഡ്, കേരള ആർട്ടിസാൻസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്, അതുപോലെ സിറ്റ്കോയിൽ, ഫാർമസ്യൂട്ടിക്കൽ കോർപ്പറേഷൻ കേരള ലിമിറ്റഡ്, ഹാൻഡിക്രാഫ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ്, കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്, യുണൈറ്റഡ് ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്, കേരള സ്റ്റേറ്റ് ഡ്രഗ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡ്, കേരള ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് കമ്പനി ലിമിറ്റഡ്, കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ്, കേരള ഹെൽത്ത് ലോഡ് വർക്കേഴ്സ് വെൽഫെയർ ബോർഡ്, കേരള ലേബർ വെൽഫെയർ ഫണ്ട് ബോർഡ്, കേരള മോട്ടോർ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡ്, കേരള ടൊഡി വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡ്, കേരള സ്റ്റേറ്റ് ബാംബു ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്, മറ്റു വെൽഫെയർ ഫണ്ട് ബോർഡുകൾ മുതലായവയിലേക്കാണ് ആരെ വിളിക്കുന്നത്? ജൂനിയർ അസിസ്റ്റന്റ്, അല്ലെങ്കിൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2, അല്ലെങ്കിൽ LD ക്ലർക്ക്, അല്ലെങ്കിൽ ക്ലർക്ക്, ഫീൽഡ് അസിസ്റ്റന്റ്, ഡിപ്പോ അസിസ്റ്റന്റ് മുതലായവ. ഞാൻ പറഞ്ഞു പല ഇടങ്ങളിലും പല കമ്പനികളിലും ഉദ്യോഗപ്പേര് പലതാണ്. അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ കൊടുത്തിരിക്കുന്നത്. ശമ്പളം സെയിം തന്നെ. അതാത് കമ്പനി, നമ്മൾ തിരഞ്ഞെടുക്കപ്പെടുന്ന കമ്പനികൾ നിശ്ചയിച്ചിരിക്കുന്ന ശമ്പള നിരക്കായിരിക്കും കൊടുക്കുക കേട്ടോ. ഒഴിവുകളുടെ എണ്ണം പ്രതീക്ഷിത ഒഴിവുകളാണ് പറഞ്ഞിരിക്കുന്നത്. കൃത്യമായിട്ട് ഒഴിവുകൾ പറയാറില്ല. നമ്മുടെ ഇങ്ങനെയുള്ള വലിയ നോട്ടിഫിക്കേഷനുകളിൽ 3 വർഷത്തെ റാങ്ക് ലിസ്റ്റാണ്. 3 വർഷത്തെ റാങ്ക് പട്ടിക നിലനിൽക്കും വരെ ഈ ഒരു ലിസ്റ്റിൽ നിന്നായിരിക്കും നിയമനം നടക്കുന്നത്. അതുകൊണ്ട് പ്രതീക്ഷിതമായ ഒഴിവുകളെ അവർ പറയാറുള്ളൂ. ഓക്കെ, നമുക്കറിയാം അത് കൃത്യമായിട്ട് വലിയ നോട്ടിഫിക്കേഷനിൽ അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കിയേ, നിയമന രീതി നേരിട്ടുള്ള നിയമനം, പ്രായപരിധി 18 to 36. അതുപോലെ തന്നെ ബിരുദമാണ് നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യത. എന്താണ് ബിരുദമാണ് വിദ്യാഭ്യാസ യോഗ്യത? ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ലഭിച്ച BA BSc BCom ബിരുദം അല്ലെങ്കിൽ തത്തുല്യമായ യോഗ്യത. ഓക്കെ, അപ്പം ഡിഗ്രി ഏതെങ്കിലും, നമുക്ക് കേരളത്തിനകത്ത് പഠിച്ചവരുണ്ട്, പുറത്ത് പഠിച്ചവരുണ്ട്. അപ്പോൾ കേരളത്തിലെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി അംഗീകരിച്ചിട്ടുള്ള ഡിഗ്രി ആയാൽ മതി, അതിൻ്റെ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ഉണ്ടായാൽ മതി കേട്ടോ. ഏതെങ്കിലും ബിരുദമാണ് നമുക്ക് യോഗ്യതയായിട്ട് വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അപേക്ഷകൾ സ്വീകരിക്കേണ്ട അവസാന തീയതി 19-11-2025 ആണ്. അപ്പോൾ ഈ ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്ലൈ ചെയ്യുമ്പം മിക്കവാറും പേരും വിട്ടുപോകും 2 എണ്ണം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. 2 എണ്ണം ഉണ്ടെന്ന് ചിലർ അറിയത്തില്ല. നമ്മൾ ഇതിൻ്റെ പിറകിലിരിക്കുന്നവർ മാത്രമാണ് 2 എണ്ണം ഉണ്ടെന്നൊക്കെ അറിയുന്നത്. ചില ആളുകൾക്ക് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നോട്ടിഫിക്കേഷൻ 2 എണ്ണം ഉണ്ട്, 2 എണ്ണം ഒരുപോലെ അപ്ലൈ ചെയ്യുക കേട്ടോ. 2 എണ്ണം ഒരുപോലെ അപ്ലൈ ചെയ്യുക.
അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. ഇനി പുതിയ നോട്ടിഫിക്കേഷൻ ഡിഗ്രി ലെവൽ വരാൻ പോകുന്നു. നമ്മളെ സംബന്ധിച്ച് അവസരങ്ങളുടെ പെരുമഴയാണ്. ഈ അവസരങ്ങളുടെ പെരുമഴയിൽ നമ്മൾ എന്ത് ചെയ്യുക, നന്നായിട്ട് ആ ഒരു സുവർണ അവസരം മുതലാക്കാൻ ശ്രമിക്കുക. എല്ലാവരും നന്നായിട്ട് വർക്ക് ചെയ്യുക. നല്ല മത്സരം ഉണ്ടാവും. കാരണം ഇത്രയധികം വേക്കൻസികൾ വരുന്നൊരു പോസ്റ്റുകളായതുകൊണ്ട് നമുക്ക് നല്ല മത്സരം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും കൃത്യമായിട്ട് പഠിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഓക്കെ, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് പോലുള്ള പരീക്ഷകൾ വരാൻ പോകുന്നുണ്ട്. ഒരുപാട് അവസരങ്ങളാണ് ഈ ഒരു ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഈ പഠനം ഇങ്ങനെ തുടർന്നാൽ ഇനി വരുന്ന പരീക്ഷകൾക്കൊക്കെ നിങ്ങളെ ഉന്നത റാങ്കുകളിൽ എത്തിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പഠനം ആരംഭിച്ചവർ അത് കൃത്യമായിട്ട് കണ്ടിന്യൂ ചെയ്യുക. സ്റ്റഡി പ്ലാൻസ് ഒക്കെ വെച്ച് കൃത്യമായിട്ട് മുന്നോട്ട് പോവുക. പഠനം ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നവർ ഇപ്പോൾ തന്നെ തുടങ്ങുക. നാളത്തേക്ക് മാറ്റി വെച്ച് അല്ലെങ്കിൽ കൺഫർമേഷൻ വന്നിട്ട് പഠിക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, നമ്മളുടെ അവസരം നമ്മൾ തന്നെ സ്വയം നമ്മളെ ഇല്ലാതാക്കുന്നതിന് തുല്യമായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ച് മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പോൾ മാസ്റ്റർ കീ അക്കാഡമിയുടെയും ഏറ്റവും പുതിയ ബാച്ചുകൾ, കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൻ്റെ ഏറ്റവും പുതിയ ബാച്ചുകൾ ആരംഭിക്കുന്നുണ്ട്. എല്ലാ ദിവസവും കൃത്യമായി പഠിക്കാനുള്ള ടോപ്പിക്സ് പ്രകാരം എല്ലാ ദിവസവും കൃത്യമായ പരീക്ഷകൾ എഴുതി ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും പ്രിൻ്റബിൾ മെറ്റീരിയൽസും ഒക്കെ ആയിട്ട് ഏറ്റവും ചെറിയ ഫീസിലാണ് ഞങ്ങൾ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഏറ്റവും ചെറിയ ഫീസിൽ ഉന്നത നിലവാരത്തിലുള്ള പരിശീലനമാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് മാസ്റ്റർ കീ അക്കാഡമിയുടെ കോഴ്സുകളിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഞങ്ങളെ താഴെ നൽകിയിരിക്കുന്ന നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യാം. മാസ്റ്റർ കീ ലേണിംഗ് ആപ്പ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കോഴ്സുകൾ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുകയാണ്. നന്നായിട്ട് പഠിക്കുക മക്കളെ, നന്നായിട്ട് പഠിച്ച് മുന്നോട്ട് പോവുക. ഓക്കെ, താങ്ക് യു.